ഇപ്പം നിങ്ങൾ കണ്ടോ, മറ്റേ എവിടെ ഇപ്പം 3 കന്യാസ്ത്രീകളെ പിടിച്ചുവെച്ചത്? ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ 33 ജില്ലയാണ് ഛത്തീസ്ഗഡ് ജില്ല. ഛത്തീസ്ഗഡ് സംസ്ഥാനം 33 ജില്ലയാണ്. അവിടെ 3.5 കോടി ജനങ്ങളാണ്. ആ സംസ്ഥാനത്ത് 93% ആരാണ്? ഈ അറസ്റ്റ് ചെയ്ത വിഭാഗത്തിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. 7% പുറത്ത് ബാക്കി എല്ലാവരും കൂടിയാലേ ഉള്ളൂ. അവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി നിങ്ങൾ കണ്ടോ? ഇതാണ് മൊത്തത്തിൽ രാജ്യത്തുള്ള ഒരവസ്ഥ. നമ്മളെ പശ്ചിമ ബംഗാളിലും അതേപോലെ തന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും ബാക്കിയുള്ളിടത്തും ഒക്കെ നമ്മുടെ സഖാഫികളും നമ്മുടെ അല്ലാത്ത പണ്ഡിതന്മാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അള്ളാഹുവെ നീ കാവലാകണേ അല്ലാ. ഇതൊക്കെ ഒരു വേള ഇതിനൊക്കെ വിവിധങ്ങളായ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗത്ത്, ഞാൻ സ്ഥലമൊന്നും ഓർമ്മപ്പെടുത്തില്ല, നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗത്ത് യാത്ര ചെയ്ത് പോണ സമയത്ത് ഒരു വണ്ടി മറ്റൊരു വണ്ടിയായിട്ട് ആക്സിഡൻ്റായി. അപ്പോൾ ഒരു വണ്ടിയിലുള്ളതാരാ? പർദ്ദട്ട 3 പെണ്ണുങ്ങളും തലയിൽ കെട്ടി വെളുത്ത കുപ്പായിട്ട 2 ആണുങ്ങളുമാണ്. മനസ്സിലായോ? തട്ടിങ്ങാണ് അപകടം പറ്റിയത് ആരുമാണ്? ഈ സൈസ് ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ട ആൾക്കാരുമാണ്. ഓൻ കേസ് കൊടുത്തത് എന്താണെന്നല്ലോ, ഭീകര വസ്ത്രധാരണയുള്ള 5 ആളുകളാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. എന്താ കൊടുത്തിരിക്കുന്നത്? ഭീകര വസ്ത്രധാരികളായ ആളുകൾ. കേസിൻ്റെ രീതി പോണത് കണ്ടെങ്കിൽ ഇതാണ് നമ്മളെ കാലഘട്ടം. അതുകൊണ്ട് ദിവസം ബദരീങ്ങളെ പേരിലൊക്കെ ഒരു ഫാത്തിഹ ഓതിക്കോളിയും, മമ്പർത്ത തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കോളിയും. നമ്മൾക്ക് കാവലുകളിൽ വെച്ച് ഏറ്റവും വലിയ കാവൽ ഏതന്നെയാണ്? റബ്ബിൻ്റെ കാവൽ തന്നെയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ പോയാലും റബ്ബ് നമ്മളെ കൈവടിയാൻ പാടില്ല. അതുകൊണ്ട് ഉമ്മാരും വാപ്പാരും ഒക്കെ ശ്രദ്ധിക്കണം. നമ്മളെ ചെറുപ്പം മുതൽക്കേ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ പേരിൽ, റിഫായി ഷേഖ് തങ്ങളുടെ പേരിൽ മുത്തനബിൻ്റെ 1500-ാം ജന്മദിനമാണ് വരുന്നത്. അങ്ങനെ എല്ലാറ്റിലും നമ്മൾ ആ മഹാന്മാരൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ വീടിന്, നമ്മുടെ കുടുംബത്തിന് നമ്മളതിൻ്റെ കാവൽ മഹാന്മാരെ പേരിൽ നിയത്ത് ചെയ്തുകൊണ്ട് ദിവസം നമ്മളെ വീട്ടിൽ ഖുർആൻ മക്കളെയൊക്കെ ശീലിപ്പിച്ച് അങ്ങനെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് എതിർപ്പുകളും കോലാഹലങ്ങളുമൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബിനെ തീയിലിട്ടാൽ ഇസ്ലാം കഴിഞ്ഞു എന്ന് കണക്കൂട്ടിയതാണ്. കൊല്ലം 4-5,000 ഇസ്ലാമിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും കിട്ടും. ആ സഹായത്തിനെ നമ്മൾ കൊതിക്കണം, നമ്മൾ ആഗ്രഹിക്കണം. നമ്മളെ മക്കൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ആ വക സംഗതികളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ 2 ആൾ ഇസ്ലാം മതം സ്വീകരിച്ച് നല്ല ജീവിതം നയിക്കുന്ന മധ്യേ ഒരാൾ മരണപ്പെട്ടു. അയാളെ മരണശേഷം കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് 2ാമത്തെ ആൾ മരിക്കുന്നത്. ഈ 2ാമത്തെ ആൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്തുമായി ബന്ധപ്പെട്ട ശേഷക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അൽഹിഖുഹു ബിൽ ഊല. അല്ലാഹുവേ ഇപ്പം മരിച്ച ആളെ ആദ്യം മരിച്ച ആളെ കൂടെ ചേർക്കണേ എന്ന് ദുആയിരുന്നു. ഇപ്പം മരിച്ച ആളെ ആദ്യം മരിച്ച ആളെ കൂടെ ചേർക്കണേ. അപ്പോൾ ആ ദുആ അങ്ങനെ കേട്ടാൽ ആദ്യം മരിച്ചാക്ക അധിക ശ്രേഷ്ഠത ഇപ്പം മരിച്ചാക്കോ? എ.പി. ഉസ്താദിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്കോ ശ്രേഷ്ഠത എ.പി. ഉസ്താദിനോ? പിന്നെ ഇപ്പത്തരൊക്കെ ആലോചിക്കാണ്ട്. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്ട്. ഇയാളെ അയാളിലേക്ക് ചേർക്കണേന്ന് പറഞ്ഞപ്പോൾ ഉറപ്പല്ലേ അദ്ദേഹത്തിനാണ് ശ്രേഷ്ഠത അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് മനസ്സിലാക്കുക? ഒരീസം നേരത്തെ മരിച്ചെങ്കിൽ എന്ന് തോന്നിപ്പോകും. ആദ്യം മരിച്ച ആളിലേക്ക് ഇയാളെ ചേർക്കണേന്ന് പറയുമ്പോൾ അല്ലേ? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് പറയുന്നൊരു വാക്കുണ്ട്. അവിടെ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, 1 വർഷം അധികം ജീവിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതാണ് റസൂലുള്ളാഹി ചോദിച്ചത്. ആദ്യം മരിച്ച ആൾ കഴിഞ്ഞിട്ട് ഇയാൾ മരിക്കണത് എത്രയാണ്? 1 വർഷം കഴിഞ്ഞിട്ടാണ്. 1 വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം അല്ലേ? അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് മരിച്ച, 1 വർഷം കഴിഞ്ഞിട്ട് മരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ 1 വർഷത്തെ സമ്പാദ്യം? നബി തങ്ങൾ അവിടെ പറയാണ്,
ഒരു വർഷം ഒരാൾ ഫറള് നിസ്കരിച്ചാൽ ഒരു ദിവസം 17 റക്അത്ത്, ഒരു ദിവസം 17 റക്അത്ത്. അത് ഒരു വർഷം നിസ്കരിച്ചാൽ 6000 റക്അത്ത് നിസ്കാരമാകും. എത്രയാവും? ഞാൻ ക്ലാസ് പറയണോ ബൈദ് പറയണോ? ഏതാ വേണ്ടത്? എന്നാൽ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കണം. നിങ്ങൾ മത്സരയിൽ ഏടിട്ടിയ മാതിരി അന്തം വിട്ട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഒന്ന് ക്ലാസ്സിൻ്റെ ഒപ്പം സഹകരിച്ച് പോരണം. ഒരു വർഷം അധികം ഇയാൾ ജീവിച്ചപ്പോൾ ഇയാളെ ഫറള് നിസ്കാരം മാത്രം എത്രയായി? 6000 റക്അത്ത് അല്ലേ? അപ്പോൾ 6000 റക്അത്ത് ഒരാൾ ഫറള് നിസ്കരിക്കുമ്പോൾ അയാൾ ആ 6000 നിസ്കാരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന വുളു അതെത്ര സമ്പാദ്യമാണ്? 6000 വുളുവിന് ശേഷം അദ്ദേഹം ഷഹാദത്തി കലിമ ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ എന്ന് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ സമ്പാദ്യം എത്രയാണ്? 6000 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 6000 ഫാത്തിഹ. എത്ര ഫാത്തിഹായി? 6000 ഫാത്തിഹ അല്ലേ? 6000 ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഒരു ഫാത്തിഹ 7 ആയത്താണ്. ഒരു ഫാത്തിഹ എത്ര ആയത്താണ്? 7 ആയത്താണ്. 7 ആയത്തുള്ള ഫാത്തിഹ എത്ര അർഫാണ്? എത്ര അർഫാണ്? ഇതന്നെ ഞാൻ പറഞ്ഞു നിങ്ങളിൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞത്. മറ്റേ മദ്രസയിൽ മുഫത്തിഷ് വന്നു, കുട്ടികളോട് ചോദിച്ചു കുളിൻ്റെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. അപ്പോൾ 2 കുട്ടികൾ പറഞ്ഞു ഞങ്ങളിവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ് പറഞ്ഞു. അതിന് പിന്നെ 13ഉം 14ഉം നോക്കണ്ടല്ലോ. ഇങ്ങനെ മുങ്ങാൻ വേണ്ടി വിചാരിച്ചാൽ പറ്റൂല, നിങ്ങളിൻ്റെ ഒപ്പം നടക്കാൻ തന്നെ വേണ്ടി വരും. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോൾ ഒരൊറ്റ ഫാത്തിഹ 156 ഹറഫാണ്. 156 ഹറഫാണ്. ഒരു ഹറഫ് ഓതിയാൽ അള്ളാഹു തആല 10 പ്രതിഫലം തരും. എത്ര പ്രതിഫലം തരും? 10 പ്രതിഫലം. 156 10 എത്രയായി? 156 എത്രയായി? 1560 അപ്പോൾ 6000 ഫാത്തിഹക്ക് എത്ര പ്രതിഫലമായി? ഒരു കൊല്ലം അധികം ജീവിച്ചപ്പോൾ ഇയാളെ സമ്പാദ്യത്തെ പറ്റി നിങ്ങൾക്ക് അറിയുമോ? അതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. ഒരു കൊല്ലം അധികം ജീവിച്ചപ്പോൾ ഇയാളെ സമ്പാദ്യത്തെക്കുറിച്ച് നിങ്ങൾ അറിയുമോ? 6000 റക്അത്ത് നിസ്കരിച്ച അയാൾക്ക് 6000 ഫാത്തിഹ, 6000 സൂറത്ത്. ഒരു ഉദാഹരണത്തിന് പറയാം, 6000 റുക്വ. ഓരോ റുക്വയിലും സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി ഇല്ലേ? അപ്പം എത്രയായി? 6 3 18000 ആയി. 6000 റക്അത്ത് നിസ്കാരത്തിന് 12000 സുജൂദ്. 12000 സുജൂദിലും 3 പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി ഇല്ലേ? അപ്പം എത്രയായി? 12000 റക്അത്തിന് എത്രയായി? അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഒരു ഫറള് നിസ്കാരം മാത്രം ഇയാളെ സമ്പാദ്യം എത്രയാണ്? നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾ വന്ന് ഇരുന്നോളൂന്ന് എല്ലാവരും കൂടി അയാളെ ഇരുത്താൻ നോക്കൊന്നും വേണ്ട. എനിക്ക് ക്ലാസ്സിലുണ്ടല്ലോ അതിലിതിൽ നിങ്ങളിങ്ങനെ പോയാൽ എന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഗുളിക കിട്ടൂലേ? 1 ഉറുപ്പ്യാണ് കൊടുത്താൽ ഓൻ ഗുളികയാണ് തരും. അത് വാങ്ങിയപ്പോഴും തൊള്ളയിക്കട എളുപ്പമാണ്. ഗുളിക ഉണ്ടാക്കുന്ന ഫാക്ടറി പോയി നോക്കണം, അത് ഉണ്ടാക്കാൻ എത്ര അധ്വാനമുണ്ട്. അതാ പണ്ട് കോഴി പറഞ്ഞത്. കോഴി ഒരു മുട്ട ഇട്ടുകൂടുമ്പോൾ ഒരു കുട്ടിയെ എടുത്തുങ്ങാണ്ട് മുട്ടിയിട്ടാണ് കുടിച്ചു. അപ്പോഴാണ് കോഴി അറിയുന്നത് ഇത് ഇടാനുള്ള പ്രയാസം എനിക്കല്ലേ അറിയുള്ളൂ. ഒരു ഉസ്താദ് മനസ്സിലാകാൻ ദീനീ കാര്യം ഉപദേശിക്കണമെങ്കിൽ നല്ലോണം കിതാബ് നോക്കണം, എന്നിട്ട് പഠിക്കണം. അത് അവനാൻ്റെ മെമ്മറിയിൽ നല്ലോണം കയറ്റി വെക്കണം. രാഷ്ട്രീയ പ്രസംഗമാണെങ്കിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി, ശരിയല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതൊക്കെ മെനക്കെട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ ടൈം വിലപ്പെട്ടത് നമുക്ക് പഠിക്കാൻ ഉപകരിക്കണം. അള്ളാഹു ഖൈറ് തരട്ടെ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 6000 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഫറളിന് മാത്രം ഒന്ന് ഓർത്ത് വെങ്ങൾ. 6000 റുക്വ, 12000 സുജൂദ്, എത്ര അത്തഹിയാത്ത് ഉണ്ടാവും? നിങ്ങൾ വീട്ടിൽ പോയിട്ട് കണക്കൂട്ടിയാൽ മതി. ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, അങ്ങോട്ട് കൊടുക്കാനുള്ളതല്ല. കൊടുക്കാനുള്ളത് കണക്കൂട്ടുമ്പോഴാണ് നമുക്ക് പല സംഗതി ഓർമ്മ വരിക. അത്ര ഉണ്ടാവുമോ, അത്ര ഉണ്ടാവൂലേ? അതൊക്കെ എങ്ങോട്ടാണ്? കൊടുക്കാനുള്ളത് കൂട്ടുമ്പോഴാണ്. കിട്ടാനുള്ളത് കൂട്ടുമ്പോൾ അതേ ഉള്ളൂ എന്നാണ് തോന്നുക അല്ലേ? കൊടുക്കാനുള്ളത് കണക്കൂട്ടുമ്പോഴാണ് ബേജാറാകുക. അതാണ് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ. മയ്യത്ത് നിസ്കാരത്തിലുണ്ടല്ലോ മയ്യത്ത് മുന്നിൽ വെച്ചിട്ടൊരു പറയല്, ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട വാക്കടപാടൊക്കെ പൊരുത്തപ്പെടണം. ഹക്കടപാട് മക്കളോട് ചോദിക്കണം. ഒരു പള്ളിക്കന്ന് ഉസ്താദ് നേരാന്ന് വിചാരിച്ചാണ്ട് പറഞ്ഞു, ഹക്കടപാടൊക്കെ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു, മുഹമ്മദ് അലി ഓൻ തരാനുള്ള പൈസ തന്നാൽ മതി തന്നെയാണ്.
അപ്പോൾ മുഹമ്മദാലിനെ കണ്ട് മരിച്ചാൽ നിൽക്കണ്ട, അവനാൻ തന്നെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചോളും, പടച്ചോൻ ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഒന്നിൻ്റെ കൂടെ നിൽക്കുക. എന്തിനാണ് ഒരു ദിവസത്തെ ജീവിതം? എന്താണ് നമ്മൾ ഒരു മണിക്കൂർ ജീവിതം? മുഹമ്മദ് റസൂലുള്ളാഹ് ആദ്യം മരിച്ച ആൾ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ആൾ മരണപ്പെട്ടപ്പോൾ മുത്തുനബി പറയാണ്, ഇയാൾ ഒരു കൊല്ലം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഫറള് നിസ്കാരം മാത്രം നോക്കിയാൽ 6000 റക്അത്ത് നിസ്കാരം, 6000 ഫാത്തിഹ, 6000 റുക്വ, 12000 സുജൂദ്, ഇങ്ങനെയാണ് കണക്കൂട്ടി. ഒരു അത്തഹിയാത്ത് ഓതുമ്പോൾ അത്തഹിയാത്ത് എന്നത് പ്രധാനം. അതിൽ ഷഹാദത്തി കലിമ, അതിൽ സ്വലാത്ത്, അതിൽ സലാം, അതിൽ ദുആ. എത്രയാണ് അയാളെ സമ്പാദ്യം? ഇനി ഒരു സാധാരണ മുഅ്മിന് നമ്മളിപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും? 6000 നമ്മൾ 17 റക്അത്ത് ഫർള് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ചുരുങ്ങിയത് എത്ര സുന്നത്ത് നിസ്കരിക്കും? 17 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും അല്ലേ? 2 റക്അത്ത് ദുആ, ഒരു 3 റക്അത്ത് വിത്റും കൂട്ടിയാൽ നമുക്കൊരു 17 റക്അത്തെങ്കിലും ഏതും നിസ്കരിക്കും, നമ്മളൊക്കെ സുന്നത്ത് നിസ്കരിക്കും. അപ്പോൾ വീണ്ടും ഒരു 6000 ആയി, വീണ്ടും ഒരു 6000 ആയി, അതിന് വീണ്ടും ഒരു 6000 ഫാത്തിഹായി. മൻ ഫുതിഹത്ത് ലിസാനുഹു ബിഫാത്തിഹത്തിൽ കിതാബ്, മൻ ഫുതിഹത്ത് ലിസാനുഹു ബിഫാത്തിഹത്തിൽ കിതാബ്, ആരുടെയെങ്കിലും നാവിൽ ഫാത്തിഹ അധികമായി ഓതാൻ ഭാഗ്യം ലഭിച്ചോ, ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗവാതിൽ അവന് വേണ്ടി തുറക്കപ്പെടും. മുഹമ്മദ് മുസ്തഫ തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഖുർആനിലും അല്ലാഹ് ഇറക്കിയ മുഴുവൻ കലാമിലും ഫാത്തിഹ പോലെ മഹത്തരമായ ഒരു സൂറത്തും ഒരായത്തും ഇല്ല. മൻ ഫുതിഹത്ത് ലിസാനുഹു ബിഫാത്തിഹത്തിൽ കിതാബ്, ആരുടെ നാവിലാണ് അധികം ഫാത്തിഹ ഓതുന്നത് അതാണ് നമ്മളെ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ. ഏത് സംഗതിക്ക് ഒരുങ്ങുകയാണെങ്കിലും അൽ ഫാത്തിഹ. ഈ സംഗതി കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം കിട്ടണേ, ഈ സംഗതി കൊണ്ട് നമുക്ക് എന്ത് കിട്ടണം? സ്വർഗം കിട്ടണം. അത് പുതിയാപ്പിളോട് വരികയാണെങ്കിലും അൽ ഫാത്തിഹ, പുതിയ എണ്ണാണ്ട് ഇറങ്ങുകയാണെങ്കിലും അൽ ഫാത്തിഹ അല്ലേ? ഏത് സംഗതിക്കും ഒരു ഫാത്തിഹ. എന്തുകൊണ്ട്? ഫാത്തിഹ അധികമായി ഓതിയാൽ ഫുതിഹത്ത് ലഹു അബ്വാബുൽ ജന്ന, സ്വർഗ്ഗവാതിൽ തുറക്കപ്പെടും. അത്ര പ്രധാനമാണ് ഫാത്തിഹ. അപ്പം നമ്മൾ ഏത് കാര്യത്തിനും, ഒരു വീട് ഉദ്ഘാടനമാണ്, എന്തിനും നമ്മുടെ ആലിമീങ്ങൾ എന്ത് ചെയ്യും? ഒരു ഫാത്തിഹ വരും അവിടെ. ഫാത്തിഹ ഓതിയാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫാത്തിഹ ഓതുന്നതോടുകൂടെ ശൈത്താൻ പോവുകയും ചെയ്യും, മലക്കുകൾ വരും ചെയ്യും. അത് ഞങ്ങൾക്ക് മുമ്പൊരുക്കെ പറഞ്ഞു നിൽക്കണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടത്? ഫാത്തിഹ ഓതിനോടത്ത്, ഖുർആൻ ഓതിനോടത്ത് ശൈത്താൻ നിൽക്കൂല. ഞാൻ എത്രയോ സ്ഥലത്ത് ശൈത്താൻ പോണത് കണ്ടതാണ്. ഇപ്പം കുറച്ച് മുമ്പ് ഒരു മരണ വീട്ടിലിങ്ങനെ കൂടി, എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ മയ്യത്തെടുക്കല്ലേ എന്ന് വെച്ചു. എന്ന് പറഞ്ഞു. എന്നാൽ അൽ ഫാത്തിഹ ഒരു 5-8 കസാരിയിൽ നിന്ന് ശൈത്താൻ ഇങ്ങനെയാണ് പോണത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ കണ്ടിരിക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ശൈത്താനാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ.